ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഒരു മിനി വ്ളോഗാണ്. നമ്മളിന്ന് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാണ്. ഞങ്ങളുടെ പേരും ഒരുങ്ങി നാക്കൊക്കെ ഇടറന്ന്. ഓക്കെ, രണ്ടുപേരും ഒരുങ്ങി സെറ്റായി. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ലുക്ക? സൂപ്പറല്ലേ? നമ്മളിപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നടന്ന വണ്ടി എടുത്തിട്ട് വേണം പോകാനായിട്ട്. പിണ്ട്രാ തീയെ കിടക്കുന്നു ആരവൻ, നമ്മുടെ പഞ്ചസാരപ്പഴം. ബട്ട് എനിക്കിഷ്ടമല്ലാട്ടാ, കണ്ടപ്പോൾ ഒരു കൗതുകത്തിലെത്തുന്നുള്ളൂ. പിന്നെ നമ്മൾ നക്ഷത്രയിലോട്ടാണ് വന്നത്. കാണുമ്പോൾ ഇങ്ങനെ ഹെവി ആയിട്ടൊന്നും ചിന്തിക്കരുത്. ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങാനാണ് വന്നത്. അവിടെ ചെന്നപ്പോൾ അവരവരെ സ്കീം പറയണം. അതാണ് പൈസയുടെ എക്സ്പ്രഷൻ അങ്ങനെ പോണത് കേട്ടോ, വേറൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന കുറ്റമൊക്കെ പറഞ്ഞ് അങ്ങനെ സംഭവം ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടോ. അത് പിന്നെ കാണിച്ചു. പിന്നെ എനിക്ക് വർഷങ്ങളായിട്ട് ഉള്ളൊരു ആഗ്രഹമായിരുന്നു കാതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റഡ് അടിക്കണം എന്നുള്ളത്. ഒരു കാതിൽ മതി. അപ്പം ഇനി ഒരു കാതിൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പൈസ എടുത്ത് ചെല്ലുമ്പോൾ പറയാം ഒരു കാതില ഒരു രസം ഉണ്ടാവില്ല, ഭയങ്കര വേദനയായിരിക്കും എന്നൊക്കെ പറയും. എന്നെ തളർത്താൻ വേണ്ടിയിട്ട്. നമ്മൾ തളരുമോ? ഞാൻ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. ഒരു മനസ്സുഖം. ഒടുവിൽ ആ കുറ്റസമ്മതം നടത്തി ഗൈസ്. എൻ്റെ അടുത്ത് കാത് കുത്തിക്കോളാൻ പറഞ്ഞു. ഓ അയവ, ഓൾറെഡി പ്ലാൻ ചെയ്താണ് വന്നത്. ഞാനാകെ കിളിപോയ പോലെയായി. നോക്കൂ, 100-ൻ്റെ ബൾബ് കത്തുന്ന ഒരു തിളക്കമല്ലേ എൻ്റെ മുഖത്ത്. ഇതിപ്പോൾ എന്താണെന്നറിയോ, അറക്കടീന് മുന്നുള്ള പെട്ടക്കല്ലാണ്. എൻ്റെ അടുത്ത് അവിടുത്തെ ചേട്ടൻ ചോദിച്ചു, ഗണ്ണ് വേണോ കുത്തണോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുത്തിയാൽ മതി എന്ന് പറഞ്ഞു. വലിയ ആവേശത്തിന് കയറിയിട്ട് കുത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വന്നിട്ട് പേന വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തതാണ്. പക്ഷേ എൻ്റെ വിചാരം കാത് കുത്തറയെന്നാ. ഞാൻ ഓർത്ത് ഇത്രയും വേദന ഉണ്ടായുള്ളൂ. ഞാൻ ഇതിന് മുന്നേ സെക്കൻഡ് സ്റ്റേഡ് കുത്തിയപ്പോൾ ഇത് നല്ല വേദന ഉണ്ടായല്ലോ. പിന്നെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു തിരിഞ്ഞിരുന്നിട്ട് കറക്റ്റല്ലേ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് മാർക്ക് ചെയ്തതാണ്. ഈ നിൽക്കുന്ന ചേട്ടനാണ് കാത് കുത്തിയത്. പിന്നെ അവർ നമുക്ക് പറഞ്ഞു ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, അവിടെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും എന്നൊക്കെ. പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു സ്ഥലം അങ്ങ് ഉറപ്പിക്കും. ചേട്ടനപ്പത്തേക്ക് ടൂൾസൊക്കെ മുറിച്ച് വെപ്പിക്കാൻ തുടങ്ങി. കുത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞിട്ടില്ല. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. ചത്ത് 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 തോലും ചെറിയ ചൂടിൽ പുറം തൊട്ട് കൊടുത്തോളൂ. അതൊക്കെ തിരിച്ചു കൊടുക്കും. വേദന ഉണ്ടോ? തീരെയില്ല. പിന്നെ നമ്മുടെ ആവശ്യം ഇപ്പോൾ ഇല്ലേ. സംഭവം എന്തായാലും ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കസരത്ത് ഒപ്പിച്ചോ എന്നുള്ളത് നമ്മൾ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കണം. അത് നിർബന്ധമാണ്. പിന്നെ കാത് കുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നില്ല, മൂക്കിൽ നിന്ന് വെള്ളം വന്നാൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും റിലേറ്റബിൾ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.